മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ കാലുകളെ നിൻ കാലുകളാക്കണമേ. യേശുവേ എൻ കാലുകളെ നിൻ കാലുകളാക്കണമേ. യേശുവേ എൻ കരങ്ങളെ നിൻ കരങ്ങളാക്കണമേ. യേശുവേ എൻ കരങ്ങളെ നിൻ കരങ്ങളാക്കണമേ. ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ആരാധന 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ 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 എന്നെ അറിയുന്നവനേ പിതാവിന്റെ മഹത്വമായവനേ മഹത്വത്തിന്റെ രാജാവേ കന്യാമറിയത്തിന്റെ മകനേ സർവാധികാരവുമുള്ളവനേ ഏറ്റവും ക്ഷമാശീലനായവനേ ഏറ്റവും അനുസരണയുള്ളവനേ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിലെന്ന ഈ വചന ആരാധന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളെ വീണ്ടും കാണാൻ സാധിക്കുന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈശോയുടെ തിരുമുഖത്തിൻ്റെയും തിരുനാമത്തിൻ്റെയും ഭക്തി നമ്മൾ ആഘോഷിക്കുന്ന, അതിനെക്കുറിച്ച് ആഴത്തിൽ സാവധാനത്തിൽ പഠിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ദിവ്യകാരുണ്യ മുഖശോഭയിലെന്ന ഈ ശുശ്രൂഷ. നമ്മൾ ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിക്കുന്നത് അതൊരു വചന കൽപ്പനയാണ്. വചനം നമ്മോട് പറയുന്നു, കർത്താവിൻ്റെ മുഖം തേടുവിനെന്ന്. കർത്താവെ, അങ്ങയുടെ മുഖം തേടുവിനെന്ന് അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാണ് വചനം പറയുന്നത്. കർത്താവിൻ്റെ മുഖം തേടുന്നവരാകുക എന്ന് പറഞ്ഞാൽ ഈശോയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കുക എന്നാണ്. മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, അങ്ങയുടെ മുഖം എനിക്ക് കാണിച്ചു തരണമേ. മുഖം കാണിച്ചു തരണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങയുമായിട്ട് കൂടുതൽ ആഴത്തിൽ ബന്ധത്തിലായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്നാണ്. തിരുമുഖ ഭക്തി നമ്മൾ ആഘോഷിക്കുന്നത്
തിരുനാമ ഭക്തിയിലൂടെയാണ്. കാരണം ഒരാളുടെ പേര് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അയാളുടെ മുഖമാണ്. ഒരാളുടെ മുഖമാണ് അയാളുടെ പേര്. നമുക്കറിയാം, മുഖത്ത് പഞ്ചേന്ദ്രിയങ്ങളും തിരുമുഖത്തുണ്ട്. ഈശോയുടെ ഹൃദയവും ഈശോയുടെ മുഖത്തുണ്ട്. അപ്പോൾ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ധ്യാനം, തിരുമുഖത്തിൻ്റെ ഭക്തി, അത് വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭക്തിയാണ്. തിരുമുഖത്തിൻ്റെ ദിവ്യകാരുണ്യ തിരുമുഖത്തിൻ്റെ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായി സംഭവിച്ചത് ജർമ്മനിയിലുള്ള വാൾഡ്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 1330 ഒരു ദിവ്യബലിയുടെ സമയത്ത് വൈദികൻ്റെ കൈ കാസയിൽ അറിയാതെ ഇങ്ങനെ തട്ടുകയും ആ കാസയിൽ നിന്ന് ഒരൽപ്പം തിരുരക്തം തെറിച്ച് വിരിച്ചിരിക്കുന്ന കോർപ്പറലിൽ ചെന്ന് വീഴുകയും ചെയ്തു. അങ്ങനെ തിരുരക്തം ഇങ്ങനെ വീണ ആ വെള്ളത്തുണി, അതിൽ ഈശോയുടെ 12 മുഖങ്ങൾ തെളിഞ്ഞു വന്നു. 1330 ജർമ്മനിയിലുള്ള വാൾഡ്രം എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചാണ് അച്ഛൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ 1330 കഴിഞ്ഞിട്ട് 1445 115 വർഷത്തെ പഠനങ്ങൾക്ക് ശേഷമാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെ വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. ഈ വെള്ളത്തുണിയിൽ ഈ തിരുരക്തം തെളിച്ചു വീണപ്പോൾ സംഭവിച്ചത്, ആ തുണിയുടെ നടുക്ക് ഈശോയുടെ, ക്രൂശിതനായ ഈശോയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം, ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന രൂപം, അതിനു ചുറ്റും സമാനമായ ഒരുപോലെയുള്ള ഈശോയുടെ 11 തിരുമുഖങ്ങൾ. അങ്ങനെ മൊത്തം 12 തിരുമുഖങ്ങളാണ് ഈ തുവാലയിൽ തെളിഞ്ഞു വന്നത്. ഒരേപോലെയുള്ള 12 തിരുമുഖം. അത് സൂചിപ്പിക്കുന്നത് ക്രൂശിതനായ ഈശോ, നമുക്കറിയാം, അന്ത്യത്താഴത്തിൽ ഈശോ ആദ്യത്തെ ബലി അർപ്പിക്കുമ്പോൾ ഈശോയുണ്ട്, ചുറ്റും 11 ശിഷ്യന്മാരുണ്ട്. അപ്പോൾ ഈശോയും 11 ശിഷ്യന്മാരും ഈശോയുടെ ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വെച്ച് അവർ ആ ദിവ്യബലി അർപ്പിച്ചു. അങ്ങനെ ദിവ്യബലിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈശോയുടെ തിരുമുഖം, എല്ലാവർക്കും ഒരു മുഖമാണ്. അപ്പോൾ 12 തിരുമുഖങ്ങൾ ഒരുപോലെ തെളിഞ്ഞു വന്ന, അത് ആ വെള്ളത്തുണിയിൽ, കോർപ്പറാലിൽ തെളിഞ്ഞു വന്ന അത്ഭുതം പിന്നീട് നമുക്ക് അത് എക്സ്പോസ് ചെയ്യുകയും അതൊരു ഷൈനായിട്ട് മാറുകയും ബസിലിക്കൊക്കെ ആയിട്ട് മാറുകയൊക്കെ ചെയ്തിരുന്നു. പ്രത്യേകം കാണാൻ പറ്റുന്ന നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ തിരുമുഖങ്ങൾ തെളിഞ്ഞു വന്നു. അപ്പോൾ ആ തിരുമുഖ ഭക്തി ഇങ്ങനെ സഭയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് 1844 മുതൽ 1847 വരെ ഫ്രാൻസിലെ ടൂർസിൽ വിശുദ്ധ പത്രോസിൻ്റെ സിസ്റ്റർ മേരി എന്ന കർമ്മലിത്ത മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീക്ക് ഈശോ ദർശനങ്ങൾ നൽകുകയും ഈശോ വെളിപാടുകൾ നൽകുകയും തിരുമുഖ ഭക്തിയെക്കുറിച്ച് അവർ കൂടുതലായി എഴുതുകയും തിരുമുഖ ഭക്തി വഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എഴുതി അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം 1849 ജനുവരി മാസം 6-ാം തീയതി ടൂറിനിൽ, ഇറ്റലിയിലുള്ള ടൂറിനിൽ വെറോനിക്കയുടെ തിരുക്കച്ച പ്രദർശനത്തിന് വെൽക്കുകയും 3 ദിവസം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 3-ാം ദിവസം അത് ആ തിരുക്കച്ചയിൽ ഈശോയുടെ തിരുമുഖം എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തെളിഞ്ഞു വരികയും ചെയ്തു. നമുക്കറിയാം, കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ധ്യാനിക്കുന്നതാണ് വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടച്ചു എന്ന ആ സംഭവം. വെറോനിക്കായുടെ തുവാലയിൽ ഈശോ തൻ്റെ തിരുമുഖം പതിപ്പിച്ചു കൊടുത്തു. ആ തിരുക്കച്ച സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ തിരുക്കച്ചയിലുള്ള തിരുമുഖം അത്ര വ്യക്തമായി കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. അത് തെളിഞ്ഞു വന്നത് 1849 ജനുവരി മാസം 9-ാം തീയതിയാണ്. ആ തെളിഞ്ഞു വരുന്നതോടുകൂടെ
പിന്നെ അത് പൊതുവായിട്ടുള്ള വണക്കത്തിന് വളരെ പ്രസിദ്ധമായിട്ട് തീരുകയും തൊട്ട് മുൻപുള്ള വർഷങ്ങളിൽ സിസ്റ്റർ മേരിക്ക് ലഭിച്ച ആ വെളിപാടുകളും തുടർന്ന് നടന്ന തിരുക്കച്ചയിലെ ആ അത്ഭുതവുമൊക്കെ ബന്ധപ്പെടുത്തി 1885 ലിയോ 13 മാർപ്പാപ്പ തിരുമുഖത്തിൻ്റെ ഒരു സഖ്യം, ഒരു ഫ്രറ്റേണിറ്റി ഓഫ് ദ ഹോളി ഫേസ് ഓഫ് ജീസസ് എന്ന് പറയുന്ന ഒരു സഖ്യം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് തിരുസഭയിൽ തിരുമുഖ ഭക്തി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതും. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയൊക്കെ കാലഘട്ടത്തിൽ വളരെ ശക്തമായി തിരുമുഖ ഭക്തി ഉണ്ടായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ തിരുമുഖ ഭക്തിയുടെ സഖ്യത്തിൽ, തിരുമുഖ സഖ്യത്തിൽ അംഗങ്ങളായി ചേർന്നവർ കൂടെയാണ്. അതുകൊണ്ടാണ് കൊച്ചുത്രേസ്യ തൻ്റെ പ്രഥമ വ്രത വാഗ്ദാനത്തിൻ്റെ ഒപ്പിടുമ്പോൾ അവൾ തൻ്റെ പേരിനോടുകൂടെ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നത് ഉണ്ണീശോയുടെയും തിരുമുഖത്തിൻ്റെയും കൊച്ചുത്രേസ്യ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദിവ്യകാരുണ്യ ഭക്തി, പ്രിയപ്പെട്ടവരെ, അതുമായി ബന്ധപ്പെട്ട് ഈ തിരുമുഖ ഭക്തി ഇങ്ങനെ ഇഴചേർന്ന് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ തിരുമുഖ ഭക്തി നമ്മൾ അഭ്യസിക്കേണ്ടത് എന്ന്, എപ്രകാരമാണ് ഈശോയുടെ തിരുമുഖത്തെ യഥായോഗ്യം വണങ്ങേണ്ടതെന്ന്. ഈശോയുടെ തിരുനാമത്തെ വണങ്ങിക്കൊണ്ടാണ്, തിരുനാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ടാണ്, ഈശോയുടെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് തിരുമുഖത്തെ വണങ്ങേണ്ടത്. നമ്മൾ അതോടൊപ്പം പഠിക്കുകയാണ് എപ്രകാരമാണ് ഈ തിരുനാമം നമ്മൾ യഥായോഗ്യം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന്. പരിശുദ്ധ അമ്മ ബെനഡിക്റ്റൻ വൈദികനായിട്ടുള്ള മാർക്ക് ഡാനിയേൽ കിർബിക്ക് നൽകിയ ആ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പദ്ധതികളെ ഈശോയുടെ പദ്ധതികളോടും ആഗ്രഹങ്ങളോടും വികാരങ്ങളോടും ചേർത്ത് വെച്ച് ഈശോയെ എന്ന് വിളിക്കുമ്പോഴാണ് യേശുനാമം യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയായി മാറുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത് ഈശോയുടെ ഏതാനും പദ്ധതികളെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതികളെ നമുക്ക് വ്യാഖ്യാനിച്ച് പഠിച്ച് തീർക്കാവുന്നതല്ല, എങ്കിലും ഒരു 4 നമ്മൾ ഒരു ഉദാഹരണമായി കണ്ടതാണ്. നമ്മളിനി അടുത്ത ഒരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഈശോയുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക്. നമ്മുടെ ആഗ്രഹങ്ങളെ ഈശോയുടെ ആഗ്രഹങ്ങളായി ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഈശോയുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഏറ്റെടുത്തിട്ട് അത് നമ്മുടെ ആഗ്രഹങ്ങളാക്കി മാറ്റി ഈശോയെ എന്ന് വിളിക്കുമ്പോഴാണ് അത് പ്രാർത്ഥനയായി മാറുന്നത്. നമുക്കറിയാം, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ചും ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നമ്മളുടെ ഈ ആഗ്രഹങ്ങൾ ഈശോയുടെ ആഗ്രഹങ്ങളോട് ചേർന്ന് പോകുന്നതാണോ എന്ന് പരിശോധിക്കണം. അതുപോലെ ഈശോയുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളായി മാറണം. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം ഈശോയുടെ ആഗ്രഹമാണ്. ജനം തന്നെ അന്വേഷിക്കണമെന്നും തന്നെ കണ്ടെത്തണമെന്നും ഈശോ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവജനം, മനുഷ്യർ തന്നെ അന്വേഷിക്കണം, തന്നെ കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നു. ജെറമ്യായുടെ പുസ്തകം 29 അധ്യായം 13 തിരുവചനം നമുക്ക് വായിക്കാം. ജെറമ്യ 29:13, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. കർത്താവിൻ്റെ ഒരു ആഗ്രഹമാണ് ജനം തന്നെ അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ അവർ അന്വേഷിക്കുമ്പോൾ അവർ തന്നെ കണ്ടെത്താൻ കർത്താവ് തന്നെ ഇടവരുത്തും എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം, നമ്മൾ ദൈവത്തെ കണ്ടെത്തണം എന്നത് ദൈവത്തിൻ്റെ ഒരാഗ്രഹമാണ്. ഈശോ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6 അധ്യായം 27 തിരുവചനം. യോഹന്നാൻ 6:27, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ എന്ന് പറഞ്ഞാൽ നിരന്തരമായി ദൈവത്തെ അന്വേഷിക്കുവിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-8 തിരുവചനങ്ങളിൽ ഈശോ പറയുകയാണ്. മത്തായി 7-8 തിരുവചനങ്ങൾ: ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ചോദിക്കേണ്ടത്? ഈശോ പറഞ്ഞതനുസരിച്ച് ആ അനശ്വരമായ അപ്പത്തിനു വേണ്ടിയാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ എന്താണ് അന്വേഷിക്കേണ്ടത്? ഈശോയെയാണ് അന്വേഷിക്കേണ്ടത്. ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയുമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മൾ എവിടെയാണ് മുട്ടേണ്ടത്? ഈശോയുടെ വാതിലിലാണ് മുട്ടേണ്ടത്. ഈശോയുടെ ഹൃദയ കവാടത്തിൽ നമ്മൾ മുട്ടിയാൽ തീർച്ചയായും ആ ഹൃദയ കവാടം നമുക്ക് തുറന്നു കിട്ടും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങളിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഇപ്രകാരമാണ് ഈശോ ഒരു ഉപമ പറഞ്ഞത്: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് നിധി കണ്ടെത്തുന്നവൻ നിധി സ്വന്തമാക്കുന്നതിന് വേണ്ടി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി ഉള്ള വയൽ സ്വന്തമാക്കിയതുപോലെ, അല്ലെങ്കിൽ രത്നം കണ്ടെത്തിയവൻ തനിക്കുള്ള മറ്റെല്ലാം വിറ്റ് ഏറ്റവും കൂടുതൽ വിലയുള്ള രത്നം സ്വന്തമാക്കിയതുപോലെ, അതിനുവേണ്ടി അന്വേഷിച്ചതുപോലെ നമ്മളെല്ലാവരും ഈശോയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നവരായി മാറണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈശോയുടെ ഈ ആഗ്രഹം നമ്മളെല്ലാവരും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ കണ്ടെത്തുകയും ചെയ്യുന്നവരാകണം എന്ന ആഗ്രഹം നമ്മുടെ ആഗ്രഹമായി മാറണം. അങ്ങനെ അത് നമ്മുടെ ആഗ്രഹമായി ഏറ്റെടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ യേശുനാമ പ്രാർത്ഥനയായി മാറുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് എന്താണ്? ദൈവത്തെ കണ്ടെത്തുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് ആരാണ്? നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. നമ്മുടെ ഉള്ളിലുള്ള തിന്മകളെല്ലാം വിട്ടുപോകട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്നതിൽ നിന്നും കർത്താവിനെ കണ്ടെത്തുന്നതിൽ നിന്നും നമ്മെ തടയുന്ന ലോകത്തിൻ്റെ രൂപികളെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയുന്നൊരു സമയം, കെട്ടുകൾ പൊട്ടുന്ന സമയം. കർത്താവേ, ഞങ്ങൾ അങ്ങേ അന്വേഷിക്കുന്നവരും അങ്ങേ കണ്ടെത്തുന്നവരുമായി തീരുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അങ്ങേ അന്വേഷിക്കുന്നവരായി തീരാൻ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നകന്നുപോയവർ മടങ്ങിവരാൻ. ഹല്ലേലൂയ. ഈശോയെ അങ്ങേ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർ അങ്ങേ അറിയാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മനുഷ്യരും ഈശോയെ അറിയുക എന്നത് ഞങ്ങളുടെ ആഗ്രഹമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ പെരുമഴ പെയ്തിറങ്ങുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നാഥനെ ശരണം, പുത്രനെ ശരണം, ആത്മനെ ശരണം, ശരണം ശരണം. 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 പരിശുദ്ധരിൽ ഏറ്റം പരിശുദ്ധനേ, ഉന്നതരിൽ ഏറ്റം ഉന്നതനേ. പരിശുദ്ധരിൽ ഏറ്റം പരിശുദ്ധനേ, ഉന്നതരിൽ ഏറ്റം ഉന്നതനേ. പരിശുദ്ധരിൽ ഏറ്റം പരിശുദ്ധനേ, ഉന്നതരിൽ ഏറ്റം ഉന്നതനേ.
പരിശുദ്ധരിൽ ഏറ്റം പരിശുദ്ധനേ, ഉന്നതരിൽ ഏറ്റം ഉന്നതനേ. ആനന്ദമേ പരമാനന്ദമേ, സ്വർഗീയ ആനന്ദ കാരണമേ. 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 കരമടിച്ചോ. സംഗീതമേ നിത്യസംഗീതമേ, സ്വർഗീയ സംഗീത കാരണമേ. 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 ശാന്തിദൂതനെ എൻ്റെ ശാന്തിരാജനെ, സ്വർഗീയ ശാന്തിതൻ 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 കാരണമേ. താതനെ ശരണം, പുത്രനെ ശരണം, ആത്മനെ ശരണം, ശരണം ശരണം. താതനെ ശരണം, പുത്രനെ ശരണം, ആത്മനെ ശരണം, ശരണം ശരണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം നൽകണം. അനേകം മക്കളെ കർത്താവ് തൊടുന്ന ഒരു സമയം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായ ഒരു അഭിഷേകത്തിന്റെ കൃപ ഒഴുകുന്ന സമയം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് മുട്ടുകുത്താം. ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമ്മെ ദിവ്യകാരുണ്യമാക്കി മാറ്റുന്നൊരു ആശീർവാദമാണ്. ഈശോ ഒരു അനുഗ്രഹമായിരിക്കുന്നത് പോലെ ഈശോ നമ്മെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റുകയാണ്. ഈശോ പ്രകാശമാണ്. ഈശോ നമ്മെ അനുഗ്രഹിച്ച് പ്രകാശമാക്കുകയാണ്. ദൈവപുത്രനായ ഈശോ നമ്മെ അനുഗ്രഹിച്ച് ദൈവമക്കളാക്കി മാറ്റുകയാണ്. തനിക്കനുരൂപരാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരാശീർവാദമാണ് ദിവ്യകാരുണ്യ ആശീർവാദം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ, 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 ഈശോയേ.
ഈശോയേ ഈശോയേ ഈശോയേ. സാധിക്കുന്നവരൊക്കെ ശിരസ് തറയിൽ മുട്ടിച്ച് പരമാപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.